ഇക്കഴിഞ്ഞ ക്രിസ്മസിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ തേടിയെത്തിയത് വലിയൊരു സമ്മാനമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഊർജം പകരാൻ PM ഉഷ പദ്ധതിയിലൂടെ 100 കോടി രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ സർവകലാശാലയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയായിട്ട് ഈ നേട്ടത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പദ്ധതിയിലൂടെ സർവകലാശാല ലക്ഷ്യമിടുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുവാൻ വേണ്ടി റേഡിയോ CUവിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീനാണ്. നമസ്കാരം സർ. നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു നേട്ടത്തിലേക്ക് സർവകലാശാല എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു നാൾ വഴി എങ്ങനെയാണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും ഫണ്ട് അനുവദിക്കുന്നൊരു പദ്ധതിയാണ് റൂസ എന്ന പേരിൽ. അത് കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ്. അതിപ്പോൾ അതിൻ്റെ പേര് PM ഉഷ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ റൂസ ആയിരിക്കുമ്പോൾ തന്നെ കോഴിക്കോട് സർവകലാശാല 20 കോടി രൂപ നമുക്ക് നേരത്തെ അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ 20 കോടി രൂപയിൽ 20.38 20 കോടി 38 ലക്ഷം രൂപ നമുക്ക് സമയബന്ധിതമായി ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് 100 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആ പ്രപ്പോസൽ സമയബന്ധിതമായി കൊടുക്കുകയും അത് യുക്തിപരമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റി എന്നതുകൊണ്ടാണ് 100 കോടി രൂപ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയെ തേടി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഓരോ യൂണിവേഴ്സിറ്റികളും കോളേജുകളും സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ പദ്ധതികൾ സമർപ്പിക്കുകയും ആ പദ്ധതികളുടെ വയബിലിറ്റി നോക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൊതുവെ ഇതിൻ്റെ മണി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, പദ്ധതികളുടെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന സർക്കാരുകളാണ് കൊടുക്കേണ്ടത്. നമ്മെ സംബന്ധിച്ച് 20 കോടി രൂപ കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചു എന്നതാണ് 100 കോടി രൂപ നമുക്കിപ്പോൾ കിട്ടുന്നതിന് വേണ്ടി സാധ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് കാലിക്കറ്റ് സർവകലാശാല ലക്ഷ്യമിടുന്നത്? നമ്മുടെ 1968 സ്ഥാപിതമായ നമ്മുടെ സർവകലാശാല 56 വർഷം പിന്നിടുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ സർവകലാശാലയിലെ വികസനങ്ങൾക്ക് ഒരു മന്ദീഭാവം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ സർവകലാശാല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അഫിലിയേറ്റഡ് കോളേജുകളുടെ ബാഹുല്യം കൊണ്ടും ആധിക്യം കൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു പെരിഫറൽ രീതിയിലേക്ക് ചുരുങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമമാണ് ഒരു ക്യാമ്പസ് ഇറ്റ്സെൽഫ് എ ക്യാമ്പസ് എന്ന രീതിയിലേക്ക് വളരുന്നതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇപ്പോഴത്തെ സിൻഡിക്കേറ്റ് അതിന് മുമ്പുള്ള സിൻഡിക്കേറ്റൊക്കെ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ 2016 മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഗുണമനുഭവിക്കാൻ നമ്മുടെ സർവകലാശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സമയബന്ധിതമായി പരീക്ഷ നടത്തുന്നില്ല, പരീക്ഷ നടത്തിയതിന് റിസൾട്ടുകൾ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ കാലിക്കറ്റ് സർവകലാശാല വില്ലൻ ആയിരുന്നു വിദ്യാർത്ഥികളുടെ മുമ്പിൽ. അത് വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മുൻകാലങ്ങൾ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. റീവാലുവേഷന് വേണ്ടി സീം എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 15-16 ദിവസങ്ങൾക്കുള്ളിൽ പരീക്ഷാ റിസൾട്ട് വരികയാണ്. അവിടെ നിന്ന് ഒരാഴ്ചക്കകം റീവാലുവേഷൻ റിസൾട്ട് വരികയാണ്. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു റിസൾട്ട് സംവിധാനം, പരീക്ഷാ സംവിധാനം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒരു വലിയ പ്രശ്നം പരിഹരിച്ചോടുകൂടി റിസർച്ച് മേഖല, അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ സ്വന്തമായ വിപുലീകരണം എന്നിവയൊക്കെ പ്രധാന വിഷയങ്ങളായി നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയുടെ പ്രപ്പോസലാണ് ഈ 100 കോടി പദ്ധതിയിൽ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 400ഓളം കോടി രൂപയുടെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അതെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ വയബിലിറ്റി നോക്കിക്കൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഒരു സ്ക്രീനിങ് നടത്തിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നേരത്തെയുള്ള വൈസ് ചാൻസലർ ഇതിനു വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വൈസ് ചാൻസലർ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർവകലാശാല ആസ് എ ഹോൾ ഇതിനു വേണ്ടി സമർപ്പിതമായതുകൊണ്ടാണ് നമുക്ക് 100 കോടിയുടെ ഈ ഒരു പദ്ധതി ലഭിക്കാനിടയായിട്ട്. റൂസയുടെ കോർഡിനേറ്ററായി നിശ്ചയിക്കപ്പെട്ട ഡോക്ടർ ചിത്ര ടീച്ചറും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകർ, അനധ്യാപകർ, വിവിധ നമ്മുടെ സബ് സെൻറ്ററുകളുടെ മേധാവികളൊക്കെ സമയബന്ധിതമായി ഈ പ്രപ്പോസൽസ് തന്നു എന്നുള്ളതും അത് വിദ്യാർത്ഥി ഓറിയൻറ്റഡായ സ്റ്റുഡൻസ് ഓറിയൻറ്റഡായ പദ്ധതികൾ തന്നു എന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.
ഇപ്പോൾ ഒരുപാട് നൂതനമായിട്ടുള്ള മേഖലകൾ, ഇപ്പോൾ നമ്മൾ ഈ പ്രപ്പോസൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നൂതനമായിട്ടുള്ള മേഖലകളിലേക്ക് സർവകലാശാല കടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ഡിസീസ് ഡയഗ്നോസിസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, സീബ്ര ഫിഷ് ജനറ്റിക് റിസോഴ്സ് സെൻറ്റർ, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് മാനുഫാക്ചറിംഗ് സെൻറ്റർ തുടങ്ങി ഇതുവരെ സർവകലാശാലകൾ പോയിട്ടില്ലാത്ത മേഖലകളിലേക്കൊക്കെ കാലിക്കറ്റ് സർവകലാശാല കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഈ സർവകലാശാലയുടെ മുഖം മാറ്റാൻ സഹായിക്കും? നമ്മൾ 4 തരത്തിലുള്ള അപ്രോച്ചാണ് ഈ ഒരു ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, സയൻറ്റിഫിക് എക്സ്പ്ലോറേഷൻ, ദീർഘമായ രീതിയിൽ വളരെ കാലത്തെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രീതിയിലുള്ള പദ്ധതി സമർപ്പണമാണ്. അതാണ് നേരത്തെ മാഡം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സയൻസ് എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടി കുറേ എക്യുപ്മെൻറ്റ്സ്, സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക. ഏകദേശം 30 കോടി രൂപ നമുക്ക് വിലയിരുത്തിയുള്ളത് അത്തരത്തിലുള്ള മേഖലയിലേക്കാണ്. രണ്ടാമത്തൊന്ന്, നമ്മുടെ പഠനകാലം കഴിഞ്ഞാൽ കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ടിൽറ്റ് പോലെ പദ്ധതികളൊക്കെ നടക്കുന്നുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിൻ്റെ ഹൈവേയുടെ മറ്റു സൈഡിൽ ഇപ്പോൾ ഏകദേശം ഒരു ക്യാമ്പസാക്കി മാറ്റാൻ പറ്റാത്ത സാഹചര്യം പോവാണ് ഹൈവേ വന്നതോടുകൂടി. അപ്പോൾ ആ സ്ഥലത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കാലത്ത് എങ്ങനെയാണ് തൊഴിൽ കൊടുക്കാൻ, തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങൾ നടത്താൻ കഴിയുമോ എന്നൊരു അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മൾ ലാംഗ്വേജസിൻ്റെ ഒരു സംരക്ഷണം, ലാംഗ്വേജിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക എന്നർത്ഥത്തിൽ പ്രത്യേകമായ നമ്മൾ ഇടപെട്ടുകൊണ്ടാണ് അറബിക്ക്, മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഉറുദു തുടങ്ങി ക്യാമ്പസിലുള്ള എല്ലാ ഭാഷകളെയും പരിപോഷിപ്പിക്കുന്നതിന് പ്രത്യേകമായ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ ഏകദേശം 2000 കുട്ടികൾ പഠിക്കുന്നൊരു ക്യാമ്പസാണ്. ക്യാമ്പസ് വളരെ വലിയ രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമെന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യമിടുന്നൊരു 10,000 കുട്ടികളെങ്കിലും ഈ ക്യാമ്പസിനകത്ത് പഠിക്കാൻ കഴിയേണ്ടതുണ്ട്. 600ഓളം ഏക്കർ വരുന്ന ഈ വിസ്തൃതമായ സ്ഥലം അഫിലിയേറ്റഡ് കോളേജുകളുടെ ഒരു പെറിഫറൽ യൂണിറ്റ് എന്നതിൽ മാത്രമല്ല, ഈ ക്യാമ്പസ് തന്നെ കൂടുതൽ കുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാന ഗേഹമായി മാറണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനം ക്ലാസ് റൂമുകൾ ഉണ്ടാവണം. ക്ലാസ് റൂമുകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ പോർഷൻ ഈ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ സൗകര്യം. 2 പ്രധാനപ്പെട്ട ഹോസ്റ്റൽ 15 കോടി രൂപയാണ് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വേണ്ടി, ലേഡീസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലിനും വേണ്ടി നമ്മളിതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന, അതായത് നിലവിലെ സെൻറ്ററുകൾ, നമ്മൾ നിലവിലെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തുക അല്ലെങ്കിൽ വിഹിതം മാറ്റിവെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന സെൻറ്ററുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ ഒന്ന് FIUGP ഒരു യാഥാർത്ഥ്യമായി, അതിൻ്റെ 1ാം സെമസ്റ്റർ പരീക്ഷ വന്നു, റിസൾട്ടും വന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നൊരു PG ക്യാമ്പസായി നിലനിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഡിഗ്രി കാലം മുതൽ ഈ കുട്ടികൾ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയണം. FIUGP വിഭാവനം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ക്ലാസ് റൂമുകളാണ് ആദ്യമായി വേണ്ടത്. അതെല്ലാ ക്ലാസ് റൂമുകളും വേണം. അതിന് നമ്മൾ 2 തരത്തിൽ, ഒന്ന് റൂസ ഈ പറയുന്ന PM ഉഷ ഫൗണ്ടേഷൻ്റെ ഭാഗമായി PM ഉഷയുടെ ഫണ്ട് നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ബജറ്റിൽ കൂടി ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുമെന്ന് നോക്കുന്നുണ്ട്. ഒരു പരിമിതി, നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് സ്കാറ്റേഡാണ്, പല ഡിപ്പാർട്ട്മെൻറ്റ്, പല ഭാഗങ്ങൾ, അങ്ങനെ പരമാവധി തന്നെ കംപ്രസ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ കിഫ്ബി ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയുടെ ഭാഗമായി ഒരു അക്കാഡമിക് ബ്ലോക്കിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടാനുള്ള ഫണ്ടിൽ നിന്ന് ഒരു 20 കോടി രൂപയോളം ഈ ഇത്തരത്തിലുള്ള ക്യാമ്പസ് ഡെവലപ്മെൻറ്റ്, ക്ലാസ് റൂം ഡെവലപ്മെൻറ്റിന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ PM ഉഷയിൽ നമ്മൾ കൊടുത്തത് കേവലമായ ക്ലാസ് റൂമുകൾ മാത്രമല്ല, ഓഡിയോ ലാബുകളും വീഡിയോ ലാബുകളും അടക്കമുള്ള ഒരു പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്ലാസ് റൂമുകളെ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന അടിസ്ഥാനത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി സഹായകരമാവും ഈ പുതിയ കാലത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് സർവകലാശാല ഉയരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് വേണ്ടി, മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് വേണ്ടി സർവകലാശാല നടത്തുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? 2 തരത്തിലാണ്. ഒന്ന്, നമ്മുടെ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന കുട്ടികളെക്കാൾ ഉപരി അകത്തുള്ള കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് 2 തരത്തിലുള്ള പ്രശ്നമാണ്. ഒന്ന്, ഈ പുറത്തേക്ക് പോകുന്ന അത്രത്തോളം അവർക്ക് പുറത്തു പോയി പഠിക്കാൻ ആവശ്യമായ സാമ്പത്തിക സാഹചര്യമൊന്നുമില്ല, ഒരു അംബീഷൻ കൊണ്ട് പോവുകയാണ്.
ഇപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ കൊഹൻട്രി യൂണിവേഴ്സിറ്റിയുമായിട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ അവർ വന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് ഈ പുറത്തേക്കുള്ള ഒഴുക്കിൻ്റെ ഒരു മറുവശം നമുക്ക് കാണാൻ വേണ്ടി തോന്നിയത്. അവിടെ അവർ അക്കാഡമിക്കലി മെച്യൂരിറ്റിയുള്ള കുട്ടികൾ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ നല്ല ബ്രില്യൻ്റായ കുട്ടികളായിരിക്കും, പക്ഷെ അവർ ഡോളർ ഏണിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാന ഒരു പ്രതിബന്ധമായി മാറുകയും അതിനുവേണ്ടി അവർ മറ്റു പല തൊഴിലുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ തൊഴിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും പഠനം പുറകോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അക്കാഡമിക്കലി ഒരു വിശ്വസിക്കാവുന്ന കുട്ടികളെ കിട്ടുന്നില്ല. അപ്പോൾ അവർ നമ്മുടെ മുമ്പിൽ വെച്ചുള്ള സജഷൻ എന്ന് പറഞ്ഞാൽ ട്യൂണിങ് പ്രോഗ്രാം നടത്താൻ കഴിയുമോ എന്നാണ്. 2 വർഷം നമ്മുടെ ക്യാമ്പസിൽ പഠിച്ച് 2 വർഷം അവർ കൊണ്ടുപോകുന്നു. 2 വർഷം ഒരു കുട്ടി പഠിക്കുമ്പോഴാണ് അക്കാഡമിക് മെച്യൂരിറ്റി എത്തുക എന്നാണ് അവരുടെ കണക്ക്. ഇത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ചില MOUകളൊക്കെ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, നമ്മൾ ഇവിടുന്ന് പുറത്തു പോകുന്ന കുട്ടികളെ എത്രത്തോളം ഇവിടെ നിർത്തി പുറത്തേക്ക് പോകാൻ പാകപ്പെടുത്തുക എന്നുള്ളതൊന്നാണ്. 2, സ്വാഭാവികമായും നമ്മുടെ ക്യാമ്പസുകളിൽ നേരത്തെ ഉള്ള ഫോറിൻ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പല റീസണുകളുണ്ടാവാം. അത് കൂടുതൽ ആകർഷിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമ്പസിൽ അവർ വരുള്ളൂ, കോളേജുകളിൽ അവർ വരില്ല. ക്യാമ്പസ് അത്രത്തോളം ഫിറ്റ് ആകുമ്പോഴാണ് പുറത്തുനിന്നുള്ള കുട്ടികൾ വരിക. അത് നമ്മുടെ ഇപ്പോൾ NIRF റാങ്കിങ്ങിൽ തന്നെ നമ്മൾക്ക് കണ്ടിട്ടുള്ളൊരു പ്രധാന പോരായ്മ ഔട്ട്റീച്ചിങ് സ്റ്റുഡൻസിൻ്റെ കുറവാണ്. ആ കുറവ് നികത്താൻ കൂടി നമുക്കിത് സാധിക്കും. നമ്മുടെ ഇവിടുത്തെ ഒരു റിസർവേഷൻ കോട്ട പ്രകാരം 36 ഡിപ്പാർട്ട്മെൻറ്റുകളിലും 2 വീതം കുട്ടികൾ ഫോറിൻ സ്റ്റുഡൻസ് ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൂടി മാറ്റുന്ന രൂപത്തിൽ ആകർഷകമാവുന്ന രീതിയിൽ ഇത് മാറിയിട്ടുണ്ട്. സിലബസുകളൊക്കെ പൊതുവേ ഗ്ലോബലി മാച്ചിങ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് FIUBGPയിലൊക്കെ ഉള്ള സിലബസ് പരിഷ്കരണങ്ങൾ വേൾഡിൻ്റെ നീടും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് കുട്ടികൾ കൂടുതൽ ഇവിടെ വരാൻ കഴിയും. അതിലുപരി ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളെ കുറച്ചുകൂടെ ഇവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഈ ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. റിസർച്ച്, അതായത് ഗവേഷണത്തിൽ എത്രത്തോളം, ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എത്രത്തോളം ഈ പദ്ധതിയിലൂടെ പദ്ധതി വിഹിതം എത്രത്തോളം മാറ്റിവെച്ചിട്ടുണ്ട്? നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഗവേഷകർ എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായി മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നേരത്തെ ഗവേഷകർ ഫെലോഷിപ്പ് നമ്മൾ കൂട്ടിക്കൊടുത്തു. ആ ഫെലോഷിപ്പ് കേവലം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, റിസർച്ച് സെൻറ്റേഴ്സിൽ കുട്ടികൾ കൂടി കിട്ടണമെന്നൊരു തീരുമാനം നമ്മളെടുത്തിട്ടുണ്ട്. ഗവേഷകരെ സംബന്ധിച്ച് അവരെ പഠനകാലത്തുള്ള ചെലവുകൾ മീറ്റ് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അവരുടെ ജീവിത ചെലവ് മാത്രമല്ല, പഠനത്തിന് ആവശ്യമായ ചെലവുകൾ. അപ്പോൾ നമ്മളത് 10,000 രൂപ വരെയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ ഇത്തരം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ കുട്ടികളെ നമ്മൾ കുറേ കൂടി കെയർ ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഓരോ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റും റിസർച്ച് കേന്ദ്രങ്ങളാവണം. അല്ലാതെ റിസർച്ച് വേറെ, ഡിപ്പാർട്ട്മെൻറ്റ് വേറെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലായിട്ട് മാറണം റിസർച്ച് എന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസർച്ചിൻ്റെ ഭാഗമായി ആവശ്യപ്പെട്ടതൊക്കെ നമ്മളൊന്നും കട്ട് ചെയ്യാതെ PM ഉഷ ഫൗണ്ടേഷൻ്റെ പ്രപ്പോസൽസിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അംഗീകരിച്ച് കിട്ടി എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഏകദേശം 30 കോടിയോളം രൂപ 1/3 നമുക്ക് റിസർച്ചിന് വേണ്ടി ചെലവഴിക്കാം. അതിലുപരി നമ്മൾ റിസർച്ചിന് വേണ്ടി ബജറ്റിലും കുറേയേറെ പ്രൊവിഷൻസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബജറ്റിന് സിൻഡിക്കേറ്റ് അപ്രൂവലാണ് ഇപ്പോൾ കിട്ടിയത്. സ്വാഭാവികമായിട്ട് അടുത്ത മാർച്ചോടുകൂടി സെനറ്റിൻ്റെ അപ്രൂവൽ കിട്ടുമ്പോഴാണ് ബജറ്റ് ആസ് ഇറ്റ് ഈസ് അടുത്ത വർഷത്തേക്ക് നടപ്പാക്കാൻ കഴിയുക. മറ്റൊന്ന്, നമ്മുടെ ഈ ക്യാമ്പസിൽ 36 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്കിടയിൽ വന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉറുദു മാത്രമാണ്. നമ്മൾ ഈ വർഷം നമ്മുടെ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നത് ഒരു ഐക്കണിക് സാധനമായി നമ്മൾ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴും പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഓരോ വർഷം കൂടുമ്പോഴും ഈ പ്രിഫറൻഷ്യൽ കോഴ്സുകളുടെ രീതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടുണ്ടായിരുന്ന മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് കുറച്ചൊക്കെ പ്രയാസം നേരിട്ടുകൊണ്ടാണ്. നമ്മൾ ഈ അക്കാഡമിക് കൊളോക്കിയലി പറയുന്നത് MPC ഇഫക്റ്റ് എന്നാണ് പറയുക. ഇത് അവരിൽ കുട്ടികളെ കിട്ടുന്നില്ല. അതേസമയം ഈ വർഷത്തെ പുതിയൊരു നീഡ് എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് അത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ കുട്ടികളുടെ ടേസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വറ്റാതെ നിൽക്കുന്ന ഒരു ഉറവ എന്നുള്ളത് കേരളത്തിലെ മ്യൂസിക് പഠനമാണ്. ഏകദേശം എല്ലാ ക്യാമ്പസിലെടുത്താൽ 200-നും 150-നിടയിൽ കുട്ടികൾ അപ്ലിക്കൻസ് ആവുന്നു. 15-20 കുട്ടികൾക്ക് മാത്രം പഠിപ്പിക്കാൻ സൗകര്യമുണ്ടാവുന്നു. അതിൽ തന്നെ കർണാട്ടിക് മ്യൂസിക് മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്.
മ്യൂസിക് എന്ന് പറഞ്ഞാൽ കർണാട്ടിക്കല്ല, കർണാട്ടിക്കാണ്, പക്ഷേ കർണാട്ടിക്കോടുകൂടി അവസാനിക്കുന്നില്ല. അപ്പോൾ മലബാറിലുള്ള ഒരു പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രം എന്ന നിലയിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന് ഒരു പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ കേരളത്തിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പഠനമില്ല. പലപ്പോഴും ഘരാന സ്റ്റൈലിലെ പഠനമാണ്, ഗുരുമുഖ പഠനം പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും കൽക്കട്ടയിലേക്കാണ് പോകുന്നത്, പലരും ഡൽഹിയിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് ഇത്രയേറെ ഹിന്ദുസ്ഥാനി രംഗത്ത് സംഭാവന കൽപ്പിച്ച മലബാറിൻ്റെ മണ്ണിൽ അതിനുവേണ്ടി ഒരു സ്ഥാപനം ഉണ്ടായിക്കൂടാ എന്നൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നത് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങാനുള്ള അടുത്ത അധ്യയന വർഷം തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈ ബജറ്റിൽ പ്രത്യേകമായ ഫണ്ട് വിഹിതം ചേർന്ന് മ്യൂസിക്കിൻ്റെ മോണുമെൻറ്റ്സ് തന്നെ ആവണം അതിനുണ്ടാവേണ്ടത്. ആ മ്യൂസിക്കിൽ ഹിന്ദുസ്ഥാനി മാത്രമല്ല, എല്ലാ സംഗീത ശാഖകളും, ഹിന്ദുസ്ഥാനി ഉണ്ട്, കർണാട്ടിക് ഉണ്ട്, സൂഫി ഉണ്ട്, അങ്ങനെയെല്ലാം, ഫോക്ക് ഉണ്ട്, ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഈവൻ ഒരു കല്യാണ ആൽബം ചെയ്യുന്ന കുട്ടികൾക്ക് പോലും ഇപ്പോൾ പുതിയ കാലത്തെ നമ്മളെ റാപ്പുകൾ വരണം, അതൊക്കെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഉണ്ടാവണം. അതോടെ ഇൻസ്ട്രുമെൻറ്റുകൾ, ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന സ്ഥലം കാടാമ്പുഴയാണ്. കാടാമ്പുഴയിലെ തബലക്ക് മഷിയിടാൻ പോക്ക് ഒരു ചടങ്ങ് പോലെയാണ്. അപ്പോൾ അത്തരം സാധനങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൂടാ? അപ്പോൾ ആ അർത്ഥത്തിൽ വിപണനവും ഒക്കെ സാധ്യമാവുന്ന രീതിയിൽ ഒരു സ്പെസിഫൈഡ് യൂണിറ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ സ്കൂൾ ഓഫ് മ്യൂസിക്കിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിപ്പോൾ തന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് മ്യൂസിക്കുമായിട്ടും ജെറാർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വളരെയധികം സന്തോഷം അറിയിച്ചത് അപ്പം വേൾഡ് വൈഡ് മ്യൂസിക്കുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആരാധകരുള്ള കളിക്കാരൻ മെസ്സിയാണെങ്കിൽ റാപ്പർ കിനിയാണ്. അപ്പോൾ ഇതിങ്ങനെ വളരെയധികം എക്സ്ചേഞ്ചുകൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. ഈ എക്സ്ചേഞ്ചുകളെ കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിനെ നമ്മൾ പ്രധാനപ്പെട്ട ഭാവിയുടെ ഏരിയ ആയിട്ട് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ PM ഉഷ പദ്ധതിയിലൂടെ ഇപ്പോൾ തുകകൾ ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് അവസാനിപ്പിക്കേണ്ടത്, പൂർത്തീകരിക്കേണ്ടത്? ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അത് എത്രയാണ് അതിൻ്റെ കാലാവധി? അത് ഒരു ഭഗീരഥ പ്രയത്നമാണ് അതിനകത്ത്. ഈ PM ഉഷയിലേക്ക് ഫണ്ട് അനുവദിക്കപ്പെടാൻ എളുപ്പമാണ്, വിനിയോഗിക്കുക എന്നുള്ളതും അതിനുള്ള സമയവും ഒരു 100 മീറ്റർ റണ്ണിങ് പോലെയാണത്. 2026 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻസ് ഇയർ അത് അവസാനിക്കണം. അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞ ഉടൻ തന്നെ ബഹുമാന്യനായ VC പ്രത്യേകമായ യോഗം പെട്ടെന്ന് വിളിച്ചു ചേർത്തു. ഇതിന് കോർഡിനേഷൻ കമ്മിറ്റി കൂടി. ഇനി അതിൻ്റെ ഒരു സിൻഡിക്കേറ്റ്, ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതിങ്ങനെ കൂടുതൽ റെട്ടാപ്പിസത്തിലേക്ക് പോവാതെ പെട്ടെന്ന് പരിഹരിക്കുന്നുണ്ട്. മോണിറ്ററിംഗ് സമിതി അവർ ഡെയിലി കൂടുന്നൊരു ഓൺലൈനായോ വൺസ് ഇൻ എ വീക്ക് VCയുടെ അധ്യക്ഷതയിൽ ചേർന്നുകൊണ്ട് അതിന് കൃത്യമായി കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കുറേയേറെ സംഘം 44 കോടി രൂപയുടേത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അതെങ്ങനെയാണ് പുതിയ കാലത്തെ കൺസ്ട്രക്ഷൻ രീതി ഉൾക്കൊള്ളാൻ കഴിയുക? 4 ചുവരും ഒരു ബിൽഡിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് അതിന് പറ്റാവുന്ന ഏറ്റവും നല്ല ആർക്കിടെക്ട് വിഭാഗം നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് മുഖേന ക്ഷണിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അവർ ഒരു സമയബന്ധിതമായി തീർക്കുന്ന രീതിയിൽ ലോകോത്തരമായ സംഗതികൾ നടത്താൻ കഴിയുന്ന ആളുകൾ ഇവിടെ തന്നെയുണ്ട്. അവരൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. DPR തയ്യാറാക്കണം, അതൊക്കെ വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട്. ഏകദേശം ജനുവരിയോട് കൂടി ഇതിൻ്റെ ആദ്യഘട്ടം ആ DPR തയ്യാറാക്കി ഫൈനലൈസ് ചെയ്യുന്ന ഘട്ടം ഈ ഒരു മാസത്തോടു കൂടി പൂർത്തീകരിക്കും. പിന്നീടുള്ള മാസങ്ങൾ കൃത്യമായി കലണ്ടർ വൈസ് ചെയ്തുകൊണ്ട് ഓരോ ടാർഗറ്റ് കൊടുത്തുകൊണ്ട് അതിനകത്തുള്ളിൽ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ 100 കോടിയുടെ അച്ചീവ്മെൻറ്റ്, നമുക്ക് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 20 കോടി അനുവദിച്ചപ്പം നമ്മൾ സമയബന്ധിതമായി നടത്തിയ ഒരു പാരമ്പര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുണ്ട്. അതിന് ശ്രമിച്ച ആളുകളുണ്ട്. മറ്റൊന്ന്, ഇതങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു. ഓരോരുത്തരും അവരുടെ ഹൈലി നീഡായ കാര്യങ്ങളാണ് നമുക്ക് തന്നുള്ളത്. അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ വിഭാഗം കുട്ടികളെയും ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ PM ഉഷ പദ്ധതിയിലൂടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പദ്ധതി വിനിയോഗത്തെക്കുറിച്ചുമൊക്കെയാണ് ഇതുവരെ നമ്മുടെ ടോക്ക് ഓണിൽ സംസാരിച്ചത്. റേഡിയോ CUവിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ.